ഹലോ ഗൈസ്, ഇറ്റ്സ് മീ വിത്ത് സ്ട്രൈക്ക് ഫീൽഡ്. അപ്പോൾ ഇന്ന് ഞാനൊരു റൈഡിങ് ഹെയർ കട്ടിങ് വീഡിയോ ആയിട്ടാണ് വന്നത്. അപ്പോൾ എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മുടിയൊന്ന് വെട്ടണം, മൊത്തം മൊട്ടയാണ്. പക്ഷെ ഇന്നത്തെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുടി വെട്ടുമ്പോൾ എനിക്ക് മുടി വരും, ഈ മുട്ടയിൽ നിന്ന് മുടി വരും. അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങളെൻ്റെ ബൈക്ക് കണ്ടില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ബൈക്ക്. ഒരു പൊട്ട സാധനമാണ്, പക്ഷെ എന്താ പറയുക, നമ്മൾ ഇതിന് സ്പീഡ് അത്യാവശ്യം നല്ല കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ബൈക്ക് എടുക്കാൻ കാരണം. അപ്പം നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. A few moments later. അങ്ങനെ ഗായ്സ്, കുറേ സമയത്തിന് ശേഷം നമ്മൾ ഹൈവേ കണ്ടിരിക്കുന്നു. ഇപ്പോൾ കുറച്ചും കൂടി പോകാനുണ്ട് കടയിലേക്ക്. ഈ വളവും കഴിഞ്ഞ് അവിടെ കാണുന്ന ഗോൾഡാണ്. അയ്യോ, ഈ വളവല്ല, അപ്പുറത്തെ വളവ്. അപ്പോൾ ഈ വളവ് കഴിഞ്ഞ് അടുത്ത് കാണുന്നതാണ് നമ്മളെ സാധനം. ഞാൻ പറഞ്ഞില്ല ഇടിക്കുന്നു. അപ്പം ഇങ്ങനെ ഇടിക്കണം. ഇതാ ഈ ഗോൾഡിൻ്റെ സാധനം കാണാനൊക്കെ നല്ല രസമുണ്ട്, പക്ഷെ എനിക്ക് വേണ്ട സാധനം കിട്ടുമറിയില്ല ഗായ്സ്. വെട്ട് ഇവിടെ ഇല്ല. പിന്നെ നമുക്ക് അടുത്ത സ്പോട്ട് പിടിക്കാം. യസോയ കണ്ണ അറിയാണ്ട് തള്ളിയിട്ട ബൈക്ക് കയറി പറപ്പിക്കാം ഗൈസ്. അപ്പോൾ ഈ സ്പോട്ടിലില്ല, നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് വിടട്ടെ വണ്ടി. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. 2000 years later. ഗായ്സ്, അങ്ങനെ കുറേ സമയത്തിന് ശേഷം നമ്മൾ അടുത്ത സ്പോട്ടിലെത്താനായി. നമ്മൾ അന്ന് കഴിച്ച ബർഗർ ലോഡ്ജിൻ്റെ അവിടെ നിന്ന് തന്നെയാണ്, എൻ്റെ തൊട്ട് മുന്നിൽ തന്നെ. നിങ്ങൾക്കറിയാം ഇവിടെ നിന്ന് വീട്ടിലേക്ക് എത്ര ദൂരം ഉണ്ടാവും. ഇവിടെ കയറി നോക്കാം. ഇയാൾ ചെറുപ്പക്കാരനാണല്ലോ, ബാർബർ. ഉച്ചക്കനെ മുടിയൊക്കെ, മുടിയിൽ കൂടുതൽ കളറേ ഉള്ളൂ. നമുക്ക് ഇതൊന്ന് അടിച്ചു നോക്കാം. അല്ല, അത് വേണ്ട. നമുക്ക് എന്താ ആ മുടിയിൽ വര എഴുതുന്നൊന്ന് അടിച്ചു നോക്കാം. പക്ഷെ എൻ്റെ പൈസ ഒക്കെ 500 രൂപ. എൻ്റെ ഈ മൊട്ടത്തലയിൽ ഒരു വരട്ടരാനാണ് അവർക്കൊരു 500 രൂപ. നമുക്ക് ഈ കട വേണ്ട. ഈ കട എനിക്ക് വലിയ താല്പര്യപ്പെട്ടില്ല. അപ്പം ഇത് കൊള്ളുമെന്ന് പറഞ്ഞാൽ ഇത് അടിക്കും നമ്മൾ. അപ്പോൾ എൻ്റെ ഒരു തോട്ടിൽ ഇത് രസമല്ല. അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോയോക്കാം. അപ്പം എന്തു പറയുന്നു? അപ്പം നമ്മൾ വിടുന്നു നെക്സ്റ്റ് സ്പോട്ട്. പൈസ സ്പോട്ട് വരുന്നത് കുറച്ചപ്പുറത്താണ്. കുറച്ചല്ല, കുറേ അപ്പുറത്താണ്, നമ്മളെ വീടിൻ്റെ തൊട്ടടുത്ത്. അപ്പം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇവിടെയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. നമ്മളെ വീട് ആ 6 എഴുതിയ സ്ഥലത്തും നമ്മൾ നിൽക്കുന്നത് ഇവിടെ. അപ്പം അത്രയും ദൂരം നമുക്ക് ട്രാവൽ ചെയ്യണം. അപ്പം തന്നെ നോക്കിയാൽ മനസ്സിലാവും, ഒരു ദിവസത്തെ മുടിവെട്ടലിന് വേണ്ടി വൈകുന്നേരമായിട്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ ചെറിയ പണിയൊന്നുമില്ല. സ്ട്രീറ്റ് ലൈറ്റൊക്കെ കത്തി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് ഇനി സ്ട്രൈറ്റായിട്ട് പോയാൽ മതി. വളവുമില്ല, തിരിവുമില്ല. ഞാനിപ്പോൾ ഈ ഡോറേൻ്റെ പ്രയാണം പറയുന്ന പോലെ കുറേ 3 സ്ഥലത്തായി ഇപ്പോൾ പോകുന്നു. എവിടെയും എനിക്ക് പറ്റില്ല. അല്ലാ, വീട് എണീക്കട്ടെ. ബൈക്കിന് എന്തോ ഒരു കുഴപ്പമുള്ള പോലെ ഉണ്ട്. വെടിച്ച് പോയി ഗൈസ്, ടയർ പോയി 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 അഥവാ വരുന്നു. അല്ല, രക്ഷപ്പെട്ട് ഗൈസ്, രക്ഷപ്പെട്ടിട്ടുണ്ട്. ഡോഗ് ഡ്രിഫ്റ്റ് ചെയ്യുന്ന സാധനം ടയറുമായിട്ട്. നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് വേഗം വിടണം. അത് ഈ പൊട്ട ടയറുണ്ട്. നമുക്ക് വളയുന്ന തന്നെയല്ല സാധനം, ഇത്ര പതുക്കെ പോകണം. എന്തോ ഒരു കഷ്ട സാധനം കണ്ടോ, ഡ്രിഫ്റ്റ്. എന്തായാലും എത്താനായതുകൊണ്ട് ഭാഗ്യം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ കട, ആ ടാറ്റൂൻ്റെ അപ്പുറത്തുള്ള. ബാക്ക് എടുക്കട്ടെ, ആകുമ്പോൾ ടയർ വരതൂല. ഇനി ഈ വണ്ടി വേണം എനിക്ക് വീട്ടിൽ കൊണ്ടുപോയത്. പക്ഷേ ഇതിലെന്താ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വീട്ടിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആകുമ്പോൾ ഇത് പഴയ പോലെയാണ്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. നമുക്ക് ഇതിൻ്റെ അകത്ത് കയറിയിരിക്കാം. ഇയാളൊരു വയസ്സായ ഒരാളാണ്, വളരെ നല്ല സാധനം ഉണ്ടാവും. ഗൈസ്, ഇതൊന്ന് ഞാൻ വെട്ടി നോക്കട്ടെ. ഇതാ കണ്ട് ഗൈസ്,
രസമല്ലേ, മാച്ചിങ് അല്ലേ? എനിക്ക് ഇഷ്ടപ്പെടുന്ന കമൻറ്റ് ചെയ്യണേ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എൻ്റെ ഒരു തോട്ടിൽ ഇത് നല്ലൊരു മുടി ആണ്. അല്ല, നമുക്ക് ഇതെടുത്ത് നോക്കാം. ഇതല്ല ഞാൻ ഉദ്ദേശിച്ചത്, അപ്പുറത്ത്. അതന്നെ മതി. ഹൈ ഫെയ്ഡ് എന്താ സംഭവം? ഇത് വെട്ടണോ? ഇതും പോരാ, എന്നാലും ഇത് മതി. നമുക്ക് മൂപ്പർക്ക് പൈസ കൊടുത്തിട്ടുണ്ട്. പൈസ കുറഞ്ഞ് ഇനി നമുക്ക് വീട്ടിൽ പോയിടണം. ബൈക്കൊണ്ട് ഞാൻ എങ്ങനെ പോകും ഗൈസ്? നോ പ്രോബ്ലം, നത്തിങ് ഈസ് ഇമ്പോസിബിൾ. നമ്മളെ കൊണ്ട് എന്താ കഴിയാത്തെ? വീട് ഇവിടെ അടുത്തുമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക്, സപ്പോർട്ട് ആൻഡ് ഷെയർ. അപ്പോൾ എന്നും പറയുന്ന പോലെ ബൈ.